എന്ന് പറയുന്ന യുവതിയെ ഇന്നലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വീണ്ടും ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. എസ്.പിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് ആ ചോദ്യം ചെയ്യൽ നടന്നത്. ഈ ചോദ്യം ചെയ്യലിന്റെ സമയത്താണ് ഇവർ കൊലപാതകത്തിന്റെ കാരണം എന്ന് സംശയിക്കുന്ന ചില കാര്യങ്ങൾ പോലീസുമായി പങ്കുവച്ചത്. ഇപ്പോഴും പൂർണ്ണമായി പോലീസിനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ അവർ തയ്യാറായിട്ടില്ല. ഭർത്താവ് സുഭാഷിന്റെ വീട്, അത് ആൺമക്കൾ കൂടുതലുള്ള ഒരു വീടാണ്. അവിടെയാണ് കല്യാണി ഒരു പെൺകുഞ്ഞായി ജനിക്കുന്നതും പിന്നീട് ആ വീട്ടുകാരുടെയൊക്കെ സ്നേഹം ഏറ്റുവാങ്ങി വളരുന്നതും. പക്ഷേ ഈ സ്നേഹം സ്വന്തം അമ്മയായ സന്ധ്യയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. കുഞ്ഞിനെ മറ്റാരും സ്നേഹിക്കണ്ട എന്ന് പറഞ്ഞ് സുഭാഷിന്റെ അമ്മയോട് സ്ഥിരമായി വഴക്കിടുന്നത് ഇവരുടെ പതിവായിരുന്നു. അങ്ങനെ കല്യാണി ഇല്ലാതായാൽ സുഭാഷിന്റെ കുടുംബം ഒന്നടങ്കം വിഷമിക്കും. അങ്ങനെ തനിക്ക് മാനസികമായ ഒരു വിജയം നേടാമെന്നുള്ളതാണ് സന്ധ്യ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഒരു കാരണമായി പോലീസിനോട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് മൊഴിയായി സുഭാഷിന്റെ കുടുംബത്തിന്റെ രേഖപ്പെടുത്തുകയും ചെയ്യും. നേരത്തെ സന്ധ്യ സുഭാഷിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ ഈ സന്ധ്യ സ്വന്തം വീട്ടിൽ നിന്ന് വാങ്ങിയിരുന്നു. പക്ഷേ സുഭാഷ് ഇത് അറിഞ്ഞ് താനോ കുടുംബമോ ആവശ്യപ്പെട്ടിട്ടല്ല ഈ പണം വാങ്ങിയത് എന്നുള്ളത് സന്ധ്യയുടെ വീട്ടിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. ഇതും ഒരു വൈരാഗ്യത്തിന്റെ മറ്റൊരു കാരണമായി. എന്തിനാണ് ഈ പണം വാങ്ങിയത് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. എങ്ങനെ ചിലവഴിച്ചു എന്നുള്ളതും വ്യക്തമായിട്ടില്ല. ഏതായാലും വിചിത്രമായ കാര്യങ്ങൾ ഇന്നലെ വരെ പറഞ്ഞിരുന്ന സന്ധ്യ ഇന്നലെ രാത്രിയോടുകൂടി കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അവരെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. പോലീസ് കസ്റ്റഡി അപേക്ഷ ഉടൻ കോടതിയിൽ